കയർ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കയർ സെന്റർ CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഡിസംബർ 5-ന് സൂചനാ പണിമുടക്ക്. കയർ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിസംബർ 5-ന് സൂചനാ പണിമുടക്ക് സംഘടിപ്പിക്കുവാൻ ആലപ്പുഴയിൽ ചേർന്ന കേരള കയർ സെന്റർ CITU സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. കയർപിരി തൊഴിലാളികളുടെ കൂലി കാലോചിതമായി പരിഷ്കരിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക തീർത്തു നൽകുക, ഉൽപ്പാദന മേഖലയിൽ ARC തീരുമാനം നടപ്പിലാക്കുക, കയർഫെഡ് മുഖേന ചികിത്സാക്ഷാമം പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കുന്നത്. അപ്പോൾ കേരള കയർ വർക്കേഴ്സ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഡിസംബർ 5-ാം തീയതി കയർ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന സൂചന പണിമുടക്കിനെ കുറിച്ചാണ് ഈ പ്രസ് കോൺഫറൻസിൽ പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും കയർ തൊഴിലാളികളുടെ കൂലി നിശ്ചയിച്ചിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. കൂലി പുതുക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 240 രൂപ സൊസൈറ്റികളും അല്ലെങ്കിൽ ചെറുകിട ഉൽപ്പാദകരും, അതിനോട് ചേർത്ത് ഗവൺമെൻറ് 110 രൂപ വരുമാനം ഉറപ്പ് പദ്ധതി ഇൻകം സപ്പോർട്ട് സ്കീമിൻ്റെ ഭാഗമായി അങ്ങനെ 350 രൂപയാണ് കയർ തൊഴിലാളികൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് കാലോചിതമായി പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ കയർ മേഖലയിൽ നിലനിൽക്കുന്ന ചില സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനമാണ് കയർ ഉൽപ്പന്നങ്ങളുടെ സിംഹഭാഗവും കൈകാര്യം ചെയ്തിരുന്നതെങ്കിലും ഇപ്പോൾ അത് മറ്റു പല സംസ്ഥാനങ്ങളും കൈയടക്കിയിരിക്കുകയാണ്. കയർ സെൻ്റർ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനും അതുപോലെ കയർ വകുപ്പിനും പ്രത്യേകമായി നിവേദനങ്ങൾ നൽകി. ഈ കഴിഞ്ഞ 2 ദിവസക്കാലം 29, 30 തീയതികളിൽ കയർ സെൻ്ററിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 15 യൂണിയനുണ്ട് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലായി. ഈ 15 യൂണിയനുകളുടെയും നേതൃത്വത്തിലുള്ള പ്രചരണ പരിപാടികൾ, പ്രചരണ ജാഥ, കൺവെൻഷനുകൾ, അതുപോലെ തന്നെ പ്രവർത്തക യോഗങ്ങളെല്ലാം സംഘടിപ്പിച്ചു കഴിഞ്ഞു. 5-ാം തീയതി തൊഴിലാളികൾ ഒരു ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന സൂചനാ പണിമുടക്കിനാണ് നേതൃത്വം നൽകുക. ആ ദിവസം കയർ വ്യവസായം കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിലെ വില്ലേജ് ഓഫീസുകളിലേക്കും സർക്കാർ ഓഫീസുകളിലേക്കും തൊഴിലാളികളുടെ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയും ചെയ്യും.